ഹായ്, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതുവരെ ഞാനൊന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പോഴെൻ്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. കുറച്ച് ദിവസമായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യാനും പറയാനൊക്കെ വിചാരിച്ചിട്ടുണ്ടും എൻ്റെ ബർത്ത്ഡേക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ഡെവലപ്പായി ഒന്ന് വന്നപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലെ ഫ്ലവർ ഡപ്പിലെ കളക്ഷനാണേ. ഇത് നല്ല കോസ്റ്റ്ലി ആണെന്നാണ് പറയണത്. നമ്മൾ പൂരം കൊണ്ട് വെച്ചാണ് നിറച്ചായി. ഇതൊരു സെക്ഷൻ, ഇത് അടുത്ത സെക്ഷൻ. മൊത്തം 2 സെക്ഷൻ ഉണ്ട്. കണ്ടോ, നമുക്കൊരു റൗണ്ട് കറങ്ങി വരാം. ഓക്കെ, ഇത് ഇനം മാറുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു സെക്ഷൻ നട്ടിരിക്കണേ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് മാറും. അത് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അയണിച്ചക്കയുടെ സീസണിൽ അയണിച്ചക്ക അപ്പുറത്ത് വിളയുന്ന ഇങ്ങനെ വന്ന് വീണിട്ട് എല്ലാം പോയതാണ്. ഇത് നമ്മൾ സർപ്പപ്പുളയുടെ ഒരിതാണ്. ഇതറിയാമല്ലോ, മറ്റേ റാംബോ, എൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ ചെമ്പയില. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോട്ട് വരുമ്പോഴത്തേക്ക് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. അതും വീട്ടിൽ അലങ്കാര ചെടികളായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതും അതിലുള്ള ഇനമാണ്. ചില തോടുകളിലൊക്കെ ഇറങ്ങിയതൊക്കെ ഒത്തിരി നിൽക്കുന്നതാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത്. എന്നിട്ട് ഇത് നന്നായിട്ട് പൊന്തി വന്ന് നല്ല ഭംഗിക്ക് നിന്നതായിരുന്നു. പിന്നെ മണ്ട ഒടിഞ്ഞു പോയി. നല്ല ഭംഗിയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഇത് നല്ല വൈറ്റ് ആവും ഇതിൻ്റെ ഇല. ഇത് നമ്മുടെ നിത്യ കല്യാണി. അത് മുട്ടിട്ട് നിൽപ്പുണ്ട്. പൂവ് മോള് വെച്ചുകൊണ്ട് പോയി. ഇത് എൻ്റെ കുഞ്ഞു കളക്ഷനാണ്. നിറച്ച് മുട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളെ സാമ്പാർ മുളക് നമ്മളിവിടെ വിത്തിട്ട് പാവി പൊടിച്ച് കിട്ടിയതാണ്. ഇനിയുണ്ടോ, നമ്മൾ വെട്ടി ഇട്ട് കൊടുത്താൽ നിറച്ച് മുട്ട് കിട്ടും. ഉണ്ടോ, ഇതൊക്കെ ഞാൻ കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുത്തതാണ്. അടുത്തത് കാണിച്ചു തരാം. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, നമ്മൾ പുഴുത് കളയണം. ഇത് നിറച്ചായപ്പോൾ. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിലുള്ളത് തന്നെ. ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് ഇനം മാറുമെന്ന്. ഇതാ കണ്ടോ, ചില വീടുകളിൽ ഈ ചെടി ഇങ്ങനെ നിൽക്കിട്ട് കണ്ടിട്ടുണ്ട്. സംഭവം നമുക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൽ നിന്ന് ഇനം മാറി വരുന്നതാണ് ഈ ചെടിയെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉണ്ടോ, ഇത് നമ്മൾ 80 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. അത് അത്രയും മൂടും അത്രയും അഴുകി പോയിട്ട് രണ്ടാമത് കിളിച്ച് കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മൾ അക്വറിയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ചേട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഒരു വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് വന്നേനെ കേട്ടോ, അവർ കാണാതെ. നമ്മളുടെ ചെടിച്ചട്ടിയിൽ വെച്ച് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 2 ഉണ്ട് കേട്ടോ. ഇത് ചേട്ടൻ ജോലി സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നേനെ. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് നല്ല രീതി. ഇതേപോലെ ഇലച്ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നടാൻ സ്ഥലമില്ലെങ്കിൽ ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിക്ക് നിൽക്കും കേട്ടോ.
വെയിലാണ്. വലിയ കളക്ഷൻ ഇത് കണ്ട മതിലിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ ഉണ്ടായിരുന്നിട്ട് നല്ല രീതിയിൽ വൈറലായൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ സിഗരറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ ഇതിൻ്റെ പ്രത്യേകത നല്ല രസമാണ് കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണത്, നോക്കിയാൽ മതി. സിഗരറ്റ് പ്ലാന്റ് അത് അതിൻ്റെ ഡീറ്റെയിലായിട്ട് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ പട്ടിക്കുട്ടി എൻ്റെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് എൻ്റെ ഫുൾ എനിക്ക് കിട്ടിയിട്ടില്ല വീഡിയോയിൽ. അത് ഇതിലോട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ അത് പുക വരുന്നത്. ഇത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും നിറച്ച് ചേട്ടൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ നിറച്ച് ഒത്തിരി ആക്കും. ഇതെൻ്റെ കറ്റാർവാഴ ഞാൻ തൈ മാറ്റി നട്ടതാണേ. വേറെ ഉണ്ട് കറ്റാർവാഴ. ഇത് വേറൊരു ചെടി, അത് നല്ല പൊക്കത്തിനായിട്ടുണ്ട്. ഇത് നമ്മുടെ കുറ്റിമുല്ല. അതങ്ങനെ നിന്നിട്ട് അങ്ങ് പെട്ടെന്ന് കിളിച്ച് പെട്ടെന്ന് നിറച്ച് പൂ കിട്ടും. അതറിയാമല്ലോ അല്ലേ. ഇത് നമ്മുടെ സാമ്പാർ മല്ലിയില, നാടൻ മല്ലിയില. നല്ല മണമാണ് കേട്ടോ. ഇത് സാമ്പാറിലിട്ട വേറെ ലെവൽ ടേസ്റ്റാണ്. ഇത് നമ്മുടെ മാതളം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പൊടിച്ചതല്ല, നമ്മളെ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്നാണ്. ചെടിച്ചട്ടിയിൽ കുഞ്ഞ് തൈ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ഒരെണ്ണം ഇളക്കിക്കൊണ്ട് നട്ടതാണ്. പക്ഷെ നന്നായിട്ട് കിട്ടിയിട്ടത് ആരുപോലെ ഇത് ഇത്രയും ഉണ്ടായിരുന്നപ്പോൾ കൊണ്ട് നട്ടേണത്. ഇത്ര തൈയുടെ സൈസ് ആകെ ഇത്ര ഉണ്ടായിരുന്നപ്പോൾ കൊണ്ട് നട്ടേണ്. ഒരു 3-4 മാസം ആവേ ഉള്ളൂ. 3-4 മാസമായി അതിൻ്റെ വളർച്ചയെ കാണുന്നത്. ഇത് നമ്മുടെ അടുക്കുമുല്ല. ഇത് നമുക്ക് നേരത്തെ അത്ര നിറച്ചൊന്നും പൂത്തിട്ടില്ല, കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മോക്ക് വയ്ക്കാനുള്ള പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുരുമുളക് നിറച്ച് താരിട്ട് നിൽപ്പുണ്ട്. ഇപ്പം സീസണല്ല കേട്ടോ, എന്നാലും നമുക്കെപ്പോഴും ഇതിൽ കായകളുണ്ട്. എന്നാൽ കുറ്റി കുരുമുളകാണെന്ന് വെച്ചാൽ അതുമല്ല. ഇതിൽ വേറൊരു സീക്രട്ടുണ്ട്. ആ സീക്രട്ട് അറിയണമെന്നുള്ളവർ ചോദിച്ചാൽ പറഞ്ഞു തരാമേ, കമൻ്റ് ഇട്ടാൽ മതി. അത് നിറച്ച് കാണാമോ, മണ്ടയ്ക്ക് വരെ ഉണ്ട്. നമ്മുടെ നെല്ലി ഒരു ദിവസം ചേട്ടൻ ജോലി സ്ഥലത്തുനിന്ന് നെല്ലിക്ക കൊണ്ടുവന്ന് നമ്മൾ കഴിച്ചിട്ട് താഴെ കാപ്ര അതിലത്തൊക്കെ വിത്ത് കിടന്നിട്ട് നമുക്ക് തൈ മുളച്ച് കിട്ടിയാണ് കേട്ടോ. ഇത് വേറൊരു സാധനം. ഇതറിയാമെന്നുള്ളവർ പേര് കമൻ്റ് ചെയ്യണേ. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ. ഇത് ഒരു അത്ഭുത മരുന്നാണ്. ഇത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്താൽ ഒരു ദിവസം ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, വേറൊരു സാധനമുണ്ട്. ഇത് ചേട്ട ഒരു സ്ഥലത്ത് കണ്ടിട്ട് ഇങ്ങനൊരു ചെടിയുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നോട്. അങ്ങനെ ഞാനൊക്കെ ഒരു സ്കൂളിൽ മക്കളുടെ സ്കൂളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചറിനോട് ചോദിച്ചിട്ട് ഒരു കുഞ്ഞു തൈ കൊണ്ട് ചേട്ടന് കൊടുത്തതാണ്. അത് ചേട്ടൻ നട്ടതാണ്. നല്ല ഭംഗിക്ക് തന്നിപ്പുണ്ട്. നമ്മൾ താമര പോലെയാണ്, താമരപ്പൂ നിൽക്കണ മോഡലാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത്. പിന്നെ ഇതാ എൻ്റെ കറിവേപ്പില ഇങ്ങനെ തഴച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമില്ല, ഒടിച്ച് വിട്ടാൽ മതി. എല്ലാവർക്കും ഇങ്ങനെ കിളിച്ച് നിൽക്കാനാകുമ്പോൾ ഓടിക്കാൻ മടിയായിരിക്കും. തയ്യല്ലേ, കുഞ്ഞല്ലേ, ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഓടിക്കേണ്ടേ നുള്ളിവിടേണ്ട സീക്രട്ട് അതും ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കാം. എല്ലാം കൂടെ ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തായിപ്പോവും. ഇതുണ്ട്, ഇതെൻ്റെ ചേട്ടൻ്റെ കുഞ്ഞു തോട്ടമാണേ, മരിച്ചിൻ്റെ തോട്ടം.
നമുക്ക് തറയുണ്ട്. ഈ തറയാണ് നമ്മൾ മണ്ണ് കൊണ്ട് തറയിലിട്ടിട്ടാണ് ഇത് നട്ടിക്കണത്. നല്ല രീതിക്ക് മരങ്ങൾ ചെടി ഇതിൻ്റെ കമ്പ് നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. നമ്മൾ ഡിസംബറിലാണ് ഇത് പുഴുവേണ്ടത്. എന്ത് കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. കണ്ട നമ്മളെ വീട്ടിനേക്കാളും പൊങ്ങിയിട്ടുണ്ടത്. വേണ്ട ഇത് കറ്റർവാഴയുടെ വേറൊരു തൈ ഇളക്കി നട്ടാണേ. ഇത് നമ്മൾ അഗസ്ത്യപ്പൂ ഇപ്പോൾ പൂക്കുന്നില്ല, പൂത്തപ്പം നിറച്ച് കിട്ടി. ഇത് മണി പ്ലാന്റ്. ഇത് ഇതിൽ 2 ഇല നിൽപ്പുണ്ട്, കാണാമോ? വേണ്ടോ? ഇത് നമ്മൾ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറുന്ന സ്ഥലമാണ്. വേണ്ട പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഈ കിടക്കണ പടർന്ന്. ഇവിടെ ഒന്നും കായില്ല. കഴിഞ്ഞ സീസണിൽ ഇവിടെയൊക്കെ കായ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ അധികം ഇല്ല, കുറച്ച് കായകളുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം 3-4 പേർക്ക് കിട്ടി. അതായത് 4-5 കായേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കായ്ക്കാതിരുന്നപ്പോഴേ നമ്മളൊരു സീക്രട്ട് ചെയ്ത് അങ്ങനെ ഇപ്പോൾ നിറച്ച് കായ്കൾ കിട്ടി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഒരു കുഞ്ഞു ടിപ്സാണേ. ഞാൻ മരിച്ചിട്ട് നമ്മൾ വീടോളം പൊങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് കണ്ട. ഞാൻ ഇപ്പോൾ ടെറസിൻ്റെ സ്റ്റെയറിൽ നിൽക്കുകയാണ്. അതിൻ്റെ പൊക്കം കണ്ട. ഞാൻ സംസാരിക്കുന്ന ശ്വാസം മുട്ടലുണ്ടേ, ക്ഷമിച്ചേക്കണേ. ഇത് കണ്ട, കാണാമോ? വെയിലില്ലാത്തത് വൈകിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. മക്കൾ ബഹളമായിരിക്കും. അലക്കില്ലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഞങ്ങൾക്ക് നിൽപ്പുണ്ടെന്നുണ്ട് കണ്ടോ. പിഞ്ചൊക്കെ വീണ്ടും പിഞ്ച് വരുന്നുണ്ട്. ആ ടിപ്സ് ചെയ്ത് പിന്നെയാണ് ഇങ്ങനെ പിഞ്ച് പിടിക്കണത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മാല പോലെ കിടപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കിടക്കണമെന്ന് തന്നെ നീണ്ട ലോണ് കണ്ട. ഇതൊക്കെ വിളഞ്ഞു വരുന്നുണ്ട് കണ്ടോ. ഇനിയും ഉണ്ട്, കഴിഞ്ഞില്ല. ഇതൊക്കെ കൈ കൊണ്ട് പറിക്കാൻ കണ്ടോ. തറയിൽ ഇത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത്. മക്കൾക്കൊക്കെ പറിക്കാൻ കണ്ടോ. നല്ല രീതിക്ക് ഇവിടെ കുഞ്ഞായിട്ട് നല്ല താഴത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്, ഞാൻ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ പിഞ്ചാണ്. ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത് ഇതാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. നോക്കിയാണ് കണ്ടോ. ഏതോ അതിൻ്റെ മണ്ടയ്ക്ക് ഒത്തിരി നിൽപ്പുണ്ട്. കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ. ഇത് നമ്മുടെ വയമ്പ്. ഇത് നമ്മുടെ കള്ളിമുൾച്ചെടി. ഇത് നമ്മൾ വീട് വെച്ചുകൊണ്ടിരുന്നപ്പം നട്ടതാണ്. ഇത് നമ്മൾ തട്ടിലെ കരിയിലേക്ക് തൂത്തുവാരി വെച്ചിട്ട് നട്ടതാണ്. ഇത് നമ്മൾ ഇന്നാളൊരു വീഡിയോ പറഞ്ഞില്ലേ, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ആവി കൊടുക്കുന്ന മൃതസഞ്ജീവനി, അതാണേ. അത് നമുക്ക് തോനെ കളക്ഷൻ ഉണ്ട് കേട്ടോ, മരുന്നായതുകൊണ്ട്. ഇതെൻ്റെ പുതിന. ഞാൻ നേരത്തെ കറ്റാർവാഴ തൈ ഇളക്കി നട്ടല്ല. എൻ്റെ അമ്മ കറ്റാർവാഴയെ കണ്ടിട്ടുണ്ടോ. ഇതാണ് നമ്മളെ വലിയ മൂട് കണ്ടോ. ഇതാണ് എൻ്റെ വലിഞ്ഞും ഇളക്കി നടാൻ തൈകളൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. ചെയ്യണം അതൊക്കെ.
നമ്മളെ മരുന്നിൻ്റെ തന്നെയാണ്. വീണ്ടും ദാ പുതിന, വീണ്ടും ദാ മരുന്ന്. ഇനി കാണിച്ചിരാമേ. വേറൊരു മരിച്ചിന് നട്ടിരിക്കുന്നതാണ്, മരമല്ലേ. ഇത് കണ്ട എൻ്റെ പൊക്കമാണ്. നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ടിക്കുന്നത്. നമ്മൾ കുറച്ച് ഉരങ്ങളൊക്കെ മിക്സ് ചെയ്ത് കരിയില കമ്പോസ്റ്റ് വെച്ചിട്ട് നട്ടതാണ്. ഇത് നല്ല രീതിക്ക് ചെടി നല്ല വളർന്നിട്ടുണ്ട്. മൂട്ടിലെന്ത് കാണുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ചെടിക്ക് വളർച്ചയ്ക്ക് ഒരു കുറവുമില്ല. പോയിട്ടുണ്ട്, അങ്ങ് മനുമുട്ട പോയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോഴിത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലെ ചെടികളുടെ കാഴ്ചകൾ. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുപോയി ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോകൾ ചെയ്യാനുള്ളൊരു സന്തോഷമൊക്കെ വരും. നമ്മുടെ വീട് വെച്ച കഥ, നമ്മുടെ ജീവിതം തുടങ്ങിയ കഥ, എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. നമ്മളെയും നിങ്ങളുടെ കൂടെ ഒരു ഫാമിലിയായിട്ട് കൂട്ടണം കേട്ടോ. ഓക്കെ, ശരി, ബൈ.